ഒരു വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹവും വിട്ടുവീഴ്ചയും ഉണ്ടായിരിക്കണം. നമ്മുടെ കുടുംബവ്യവസ്ഥയിൽ ഏറ്റവും മനോഹരവും എന്നാൽ ചിലപ്പോഴൊക്കെ വളരെ സങ്കീർണവുമായി മാറുന്ന ഒരു ബന്ധമാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ളത്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന വ്യത്യസ്ത ചിന്താഗതികളുള്ള രണ്ടുപേർ ഒരേ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ഈ ചെറിയ പ്രശ്നങ്ങൾ വളർന്ന് പരസ്പരം മിണ്ടാത്ത അവസ്ഥയിലേക്കോ ശത്രുതയിലേക്കോ പോകാതെ അവിടെ സ്നേഹവും ബഹുമാനവും നിലനിർത്താൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ടുതന്നെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുമ്പോൾ നാം ആദ്യം ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പരസ്പരം സ്നേഹവും ഇണക്കവും വർദ്ധിക്കാൻ വിശുദ്ധ ഖുർആനിലെ അതിമനോഹരമായ ഒരു ആയത്ത് നാം പതിവാക്കുന്നത് വളരെ നല്ലതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹായിലെ 39-ാമത്തെ ആയത്തിലെ ഒരു ഭാഗമാണിത്. വ അൽക്കൈതു അലൈക്ക മഹബ്ബത്തൻ മിന്നി, അതായത് എന്റെ പക്കൽ നിന്നുള്ള ഒരു സ്നേഹം ഞാൻ നിന്റെ മേലിട്ടു തന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളോട് സ്നേഹം തോന്നാനും കുടുംബത്തിൽ സമാധാനമുണ്ടാകാനും ഈ ആയത്ത് എപ്പോഴും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. നിസ്കാരശേഷം ഈ ആയത്ത് പാരായണം ചെയ്യുകയും അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും പരസ്പരം സ്നേഹമുണ്ടാകാൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുക. ഒരാൾക്കുവേണ്ടി അവർ അറിയാതെ നാം ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകുമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ പ്രവൃത്തികളും നന്നാകേണ്ടതുണ്ട്. അമ്മായിയമ്മയെ സ്വന്തം ഉമ്മയെപ്പോലെ കാണാനും അവരുടെ പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ക്ഷമിക്കാനും മരുമകൾ തയ്യാറാകണം. അതുപോലെ തന്നെ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന ആ പെൺകുട്ടിയെ സ്വന്തം മകളെപ്പോലെ ചേർത്തുപിടിക്കാനും അവളുടെ ചെറിയ തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തിക്കൊടുക്കാനും അമ്മായിയമ്മയ്ക്കും കഴിയണം. ഈഗോയും വാശിയും മാറ്റിവെച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ രണ്ടുപേരും തയ്യാറായാൽ തീരാത്ത ഒരു പ്രശ്നവും നമ്മുടെ വീടുകളിലില്ല. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റൊരാൾ മൗനം പാലിക്കുക, നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക, പരസ്പരം കുറ്റപ്പെടുത്താതെ രണ്ടുപേരും അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് പരസ്പരം സ്നേഹിക്കാൻ തയ്യാറായാൽ ആ വീട് ദുനിയാവിലെ ഒരു സ്വർഗമായി മാറും. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ അല്ലാഹു സ്നേഹവും സമാധാനവും ഐശ്വര്യവും ചൊരിഞ്ഞു തരട്ടെ. എല്ലാവരുടെയും ഹൃദയങ്ങളെ അല്ലാഹു സ്നേഹം കൊണ്ട് കൂട്ടിയിണക്കട്ടെ.